ഹലോ ഗൈസ്, ഞാനിപ്പോൾ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്താണുള്ളത്. ഇത് നമ്മുടെ ട്രാവൽ ആൻഡ് വ്ളോഗിൻ്റെ ചാനൽ തുടങ്ങാനൊരു ആഗ്രഹമുണ്ട്. ഞാനൊരു മലയാളി എന്ന കൃഷി ചാനൽ നിലവിലുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡറി ചാനൽ എന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരുപാട് കൃഷി വീഡിയോകളൊക്കെ എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഞാൻ കയറാറുണ്ട്. ആ സമയത്തൊക്കെ ആ വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ ഉള്ളത് നമ്മുടെ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്താണ്. അപ്പോൾ നമ്മുടെ നല്ലൊരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് ഇന്നലെ തന്നെ വന്നിവിടെ റെസ്റ്റ് ചെയ്യുമായിരുന്നു. കേരള റെസിഡൻസിയിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. 2 പേർക്ക് 1500 രൂപ AC. നോൺ AC ആണെന്നുണ്ടെങ്കിൽ 1250 രൂപ. 250 രൂപയുടെ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ AC തന്നെ എടുക്കുകയാണ് ചെയ്തത്. എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഫുഡ് കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ രാവിലത്തെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാർമല അരുവിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നമ്മൾ പരുന്തുപാറ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുക, നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൃഷി ചാനലിനെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ ഒരു ചാനലിനെയും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ ഇന്ന് നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്ലേസായ മാർമല അരുവിലേക്ക് പോകാം. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഒരു കസിൻ അനിയനായിട്ടുള്ള നമ്മുടെ ജിബിനാണുള്ളത്. അപ്പോൾ ജിബിനെ ഒന്ന് പരിചയപ്പെടുത്താം. ആളാണ് മെയിൻ ക്യാമറയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ലൈവിലും കാര്യങ്ങളും. ഇപ്പോൾ നല്ല വെയിലുണ്ട് ഇപ്പോൾ കാണുന്നത്. ഓക്കെ ജിബിനെ, അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ സെറ്റ്. അപ്പോൾ നമ്മൾ കേരള ഹോട്ടലിൽ നിന്ന് നമ്മൾ മാർമല അരുവിയിലേക്ക് പോവാണ്. ഓക്കെ, അവിടെ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ മുണ്ടക്കയത്തു നിന്ന് ഇറങ്ങി രാവിലെ തന്നെ. അവിടുന്ന് ഏകദേശം 36 കിലോമീറ്ററാണ് ഇങ്ങോട്ട് കാണിച്ചത്. അപ്പോൾ ഞങ്ങൾ കൊല്ലം പോയിട്ട് തിരിച്ചു വരുന്ന വഴി ആയതുകൊണ്ടാണ് അവിടെ ഇറങ്ങിയത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് പോരാം. കാരണം എളുപ്പമുള്ള വഴി പൂഞ്ഞാറ് വന്നിട്ടാണ് ഇങ്ങോട്ട് തിരിഞ്ഞ് വരേണ്ടത്. പൂഞ്ഞാറിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം മാർമല അരുവിലേക്കുണ്ട്. ഞാനും ജിബിനിപ്പോൾ ഇവിടെ ഒരു റബ്ബർ തോട്ടത്തിനിടയ്ക്ക് ഇങ്ങനെ നിന്ന് ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ്. കുറച്ച് വെള്ളമൊക്കെ കുടിക്കണമായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ നല്ല ഭംഗി തോന്നി. ഇപ്പോൾ ചുറ്റും നോക്കുമ്പോൾ കാണാം നല്ല റബ്ബർ തോട്ടങ്ങളും അതുപോലെ തന്നെ റബ്ബറൊക്കെ ഇങ്ങനെ മൂടിയിട്ടേക്കുന്ന കാണുന്നു, അവിടെ റബ്ബർ പാലെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇനി മുമ്പോട്ട് പോകുന്തോറും നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൽ നല്ല വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടികളൊക്കെ നല്ല റോഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റോഡാണ്. നല്ല പുതുതായിട്ട് ടാറിങ് ചെയ്തിരിക്കുന്ന റോഡാണ്. ഒരു ഡിസ്റ്റർബൻസും ഇല്ല. അപ്പോൾ വഴിയോര കാഴ്ചകൾ അധികം ഞങ്ങൾ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വീഡിയോയുടെ ലെങ്ത്ത് വലിച്ചു നീട്ടാനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് നമുക്കിനി ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. അവിടെ എൻട്രൻസിലെത്തുമ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എടുക്കുകയാണ്. നമ്മൾ തീക്കോയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തീക്കോയി ഗ്രാമപഞ്ചായത്തിലാണ് ഈ മാർമല അരുവി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടുന്ന് വെറും 5 കിലോമീറ്ററാണ് ഈ വാട്ടർഫാൾസിലേക്കുള്ളത്. ഇപ്പോൾ റൂട്ട് എന്ന് പറയാനാണെങ്കിൽ അച്ചിക്കാവ് ദേവീക്ഷേത്രം. അപ്പോൾ ആ ഒരു സൈൻ ബോർഡൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ഇവിടുന്ന് എടുത്ത് ഇപ്പോൾ ഹൈവേയുടെ അടുത്തോടെ തന്നെയാണ് ഈ വഴി പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്ന റൂട്ട് നിങ്ങൾ നോക്കണ്ട. കാരണം ഞങ്ങൾ കൊല്ലം പോയിട്ട് റിട്ടേൺ വന്ന വഴിക്കാണ് ഇറങ്ങി സ്റ്റേ ചെയ്തതെന്ന് പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പോൾ ഈ വഴി നമുക്ക് ഈ മാർമല അരുവിയിലേക്ക് പോകാം.
ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞൊരു 5 കിലോമീറ്റർ ഉള്ളിലോട്ട്. ഇതാണിപ്പോൾ ഇവിടെ സൈൻ ബോർഡൊക്കെ ഇത് കാണാവുന്നതാണ്. കണ്ടോ ഇതായിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് പോയി. അപ്പോൾ നമുക്ക് അരുവിയിലേക്ക് പോവാം. നമ്മൾ ഘോരമായ ഒരു വനത്തിൻ്റെ വീലിലാണ് പോകുന്നത്. അത്യാവശ്യം ഭേദപ്പെട്ട നല്ലൊരു രീതിയിലുള്ള പഞ്ചായത്ത് റോഡാണ്. ഇത്ര നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആസ്വദിക്കാനൊക്കെ കാറോ സ്കൂട്ടിയോ ബൈക്കോ എന്ത് തന്നെയായാലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതിൽ ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് വലിയ വണ്ടി പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ കണ്ടില്ല. നമുക്ക് എന്തായാലും ആ ഡെസ്റ്റിനേഷനിൽ ചെല്ലുമ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഓഫ് റോഡിനുള്ള ജീപ്പ് സഫാരി നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുവാണ്. നല്ല ഇറക്കമൊക്കെ ഇറങ്ങി അവിടെയാണ് പാർക്ക് ചെയ്യുന്നത് വണ്ടി. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വേറെ ഉണ്ട്. വെള്ളം കുറവാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ മാർമല അരുവിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എൻട്രൻസിൽ ഒരു 30 രൂപ പാസ്സൊക്കെ ഉണ്ട് ഒരാൾക്ക്. അതുപോലെ കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഈ സൈൻ ബോർഡൊക്കെ നോക്കി വായിക്കുക. എന്നിട്ട് ഉണ്ടോ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വേണം പോകാനകത്തേക്ക്. നല്ല ഡേഞ്ചറായിട്ടുള്ളൊരു പ്ലേസാണ്. അപകടങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. ഓക്കെ സാറേ, പോയിട്ട് വരാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പാസ്സൊക്കെ എടുത്ത് ഉള്ളിലോട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ജിബിനും പുറകെ ഒരു ക്യാമറ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാർമല അരുവിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഏകദേശം ഒരു 10-200 മീറ്റർ ഉണ്ട്. ഇപ്പോൾ വെള്ളം കുറവാണെന്നാണ് പറയുന്നത്. എന്നാൽ അത്യാവശ്യം വെള്ളമുണ്ട്, വലിയ കുറവില്ലെന്നുമാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒരു ഡിസംബർ മാസമൊക്കെ ആയിക്കഴിഞ്ഞാലാണ് ഇതിനകത്തേക്ക് പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് വിടുകയുള്ളൂ എന്നാണ് സാറ് പറഞ്ഞത്. കാരണം പാറയിലൊക്കെ വെള്ളം വീണും സ്ലിപ്പാകാനുള്ള സാധ്യതയും അപകടവും ഒരുപാട് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയാണ് സാറ് പറഞ്ഞത്. ഇനി ഇവിടെ സന്ദർശിക്കാൻ വരുന്നൊരു പ്രത്യേകം ബോർഡുകൾ വെച്ചിട്ടുണ്ട്. 5000 രൂപ വരെ പിഴ ഈടാക്കുന്ന ഒരു പരിപാടിയാണ്. മാലിന്യങ്ങളൊന്നും വലിച്ചെറിയരുത്. ഇവിടെ കൃത്യമായിട്ട് ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ കൃത്യമായിട്ട് എഴുതി അവിടെ ചെയ്തിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് വന്നപ്പോഴൊക്കെ നല്ല മഴയുള്ള സമയത്താണ് വന്നത്. ഇതുകൊണ്ട് ഈ ഈറ്റത്രുവിനിടയ്ക്കൂടെയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. വഴിക്കിടയൊക്കെ നല്ല ആസ്വദിക്കാനൊക്കെ എന്നൊക്കെ പറ്റി. ഇപ്പോൾ ഒരു മഴക്കുറവ് വന്ന സമയത്ത് ആണെന്ന് തോന്നുന്നേ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല നനവൊക്കെ ഉണ്ട് റോട്ടിൽ. പക്ഷേ വെള്ളം ഈ ഒരു തോട്ടിൽ നിന്ന് വെള്ളം കുറവാണ്. കുറച്ചൊക്കെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നതാണ്. ഈ റോട്ടിലൊക്കെ ഇറങ്ങി പോകുമ്പോൾ പോയി വെള്ളം ഒഴുകിയേക്കുന്ന ഭാഗങ്ങൾ കാണാം. ഇതിനൂടെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം. ഒരു 50 മീറ്ററോടെ ഇനി ഉള്ളിലോട്ട് പോയാൽ മതി. നമുക്ക് തീർച്ചയായിട്ടും ആ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം. അവിടെയും സെക്യൂരിറ്റി ഗാർഡുകളുണ്ട്. ഇപ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് വെള്ളം ചാടുന്ന കുത്തിലേക്ക് കടത്തി വിടത്തില്ല ആരും. അപ്പോൾ നല്ലൊരു വൈബാണ് ഇതൊക്കെ ആസ്വദിച്ചത്. ഈ മൺവഴിക്കടൊക്കെ നടന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഏതൊരാൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഇവിടെ വരാം. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോൾ മുണ്ടക്കയത്തു നിന്ന് വന്നുകൊണ്ടാണ് ഇത്രയും ചുറ്റായിട്ട് വന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടാണ് ഈ ഒരു അരുവിയും ഈ ഒരു വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നത്. തീക്കോയി വന്നതിന് ശേഷം തീക്കോയി ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് വരിക ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ. അപ്പോൾ ആ ഒരു സൈൻ ബോർഡ് കൃത്യമായിട്ട് കാണാം. അവിടെ നിന്ന് 5 കിലോമീറ്റർ കൃത്യം. ഈ 5 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നാൽ ഇതുപോലെ നമ്മളെ മനം മയക്കുന്ന രീതിയിലുള്ള ഒരു പ്രകൃതിയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും.
ഈ ഒരു അരുവിയുടെ ഉത്ഭവം എന്നൊന്നും എനിക്ക് വാഗമൺ മലനിരകളിൽ നിന്നായിരിക്കണം. കാരണം ആ ഒരു ഡയറക്ഷനിൽ നിന്നാണ് വെള്ളം ഇങ്ങോട്ട് ഒഴുകുന്നത്. നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ച് ഏതാനും സ്റ്റെപ്പുകൾ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തും. അവിടെയും ഗാർഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ ഒരു ഇൻസ്ട്രക്ഷൻസൊക്കെ കാര്യങ്ങൾ വരുന്നവർ കൃത്യമായിട്ട് ഒബേ ചെയ്യണം. എത്തിക്കഴിഞ്ഞു. ഈ സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടമാണ്. ഇവിടുന്ന് വെള്ളച്ചാട്ടം കണ്ടു തുടങ്ങി. അതോടൊപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ ആർത്തരമ്പെന്ന ശബ്ദവും എല്ലാം കാണുന്നുണ്ട്. ഇവിടെ മാർമല അരുവിയിലേക്കുള്ള ഒരു എൻട്രൻസ് പാസേജ് കൂടെ കാണാം. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിലിറങ്ങിച്ചില്ലെന്ന് നമ്മുടെ അരുവിയിലോട്ടാണ്. പാറക്കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് സ്ലിപ്പാവാതെ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. മുന്നോട്ട് ഇങ്ങനെ നടക്കാം. വളരെയധികം മനോഹരമായിരിക്കുന്ന ഇതാ എൻ്റെ പിന്നിൽ കാണാം. കണ്ടോ വെള്ളച്ചാട്ടം. കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം. പ്രകൃതിയുടെ ഒരു വശ്യമനോഹരിത എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എത്ര ഭംഗിയാണ്. അപ്പോൾ നല്ല വെള്ളമൊക്കെ ഉള്ള സമയത്ത് കണ്ടോ, നല്ല വെള്ളമുള്ള സമയത്തേക്ക് ഇതിലെല്ലാം വെള്ളം വരും. അതുകൊണ്ടാണ് ഇവിടെ ഗാർഡിനെയൊക്കെ നിർത്തി ഇവിടെ റെഡ് റിബണൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും കയറാൻ പാടില്ല. നല്ല രസമുണ്ടല്ലേ, നല്ല ആസ്വദിക്കാനായിട്ട്. മാർമല അരുവി. ഇവിടെ ബോർഡ് അരുവിക്കരയിൽ ഇറങ്ങുന്നതിനും അപകടകരമാണ്, ഇവിടെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അപായങ്ങൾ ഒഴിവാക്കുക, ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. അതൊക്കെ ഓർത്ത് വേണം നമ്മളിങ്ങോട്ട് വരാൻ. അപ്പോൾ നമ്മൾ ഈ പാറക്കെട്ടുകളിലൊക്കെ കയറി നിൽക്കുന്നത് വളരെ ഡേഞ്ചറാണ്. കണ്ടോ, അപ്പോൾ ഈ പാറക്കെട്ടുകളിലൊക്കെ നമുക്ക് കയറി മുകളിലേക്ക് പോകണം. അപ്പോൾ മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് വഴുക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഇവിടെ അപകട മരണങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ പറഞ്ഞ കയറുമ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ്. ഇതുപോലെ ഉരുളൻ കല്ലുകളും ഇതുപോലുള്ള സാധാ കല്ലുകളൊക്കെ താണ്ടി വേണം നമ്മൾ കയറി പോകാനായിട്ട്. അതോടൊപ്പം നമ്മുടെ ജിബിൻ കൂടെ ഉള്ളത്, അവനും വിഷ്വൽസൊക്കെ എടുത്ത് നിൽക്കുന്നു. അവനും കൊച്ചു ചാനലൊക്കെ തുടങ്ങാനാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങളെല്ലാം ഒരുപോലെ തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ നല്ല തണുപ്പാണ്, നല്ല തണുപ്പ് ആണ് ഇവിടെ. ഈറ്റയും അതുപോലെ തന്നെ മരങ്ങളുടെ ഇടയ്ക്കൂടെ പോകുന്നുണ്ട്. വലിയ ചൂടിൽ ഇറങ്ങി വന്നു കഴിഞ്ഞ സമയത്ത് നല്ല ചൂടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല കൂളാണ്. ഈ പാറക്കടൊക്കെ കയറി പോകുന്ന ഇച്ചിരി പാടായതുകൊണ്ടാണ് ഇതുണ്ട്. ഇതിലേക്ക് പിടിച്ചിറങ്ങി വേണം. ഇനിയിപ്പോൾ ഉണ്ട് സ്റ്റെപ്പുകളൊക്കെ കയറി കാണാവുന്നതുണ്ടോ. സ്റ്റെപ്പുകളൊക്കെ ഈ സ്റ്റെപ്പുകളൊക്കെ കയറി വളരെ ശ്രദ്ധിച്ച് മുകളിലോട്ട് കയറാം. ഇവിടെ നിന്നുള്ളൊരു ഭംഗി ഓവറലായിട്ട് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ വാട്ടർഫാൾസിലേക്ക് പോവാണ്. ഇവിടെ ഗാർഡ് ഉണ്ടെന്നാണ് പറയുന്നത്, കണ്ടില്ല. നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം റെഡ് റിബണൊക്കെ കെട്ടി സേഫ് സോണാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു വൈബാണ് ഇവിടെ. ഇപ്പോൾ അത്യാവശ്യം വെള്ളം കുറവാണ് ഇങ്ങോട്ട്. എന്നാലും ഉണ്ടോ പോകേണ്ട കൃത്യമായിട്ടുള്ള ഏത് റൂട്ടിൽ കൂടെ പോകണമെന്നുള്ള കൃത്യമായിട്ട് ഇവിടെ സൈൻ ബോർഡ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടോ വെള്ളച്ചാട്ടം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഓക്കേ, ഇവിടെയും സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അടുത്തത് നിങ്ങളാവരുത് എന്നൊക്കെ പറഞ്ഞ്, കാരണം അപകടം വിളിച്ചു വരുത്താൻ പാടില്ല. നമ്മുടെ ഗാർഡ് സാർ ഇവിടെ ഇരിപ്പുണ്ട്. ജിൻസാർ ഇവിടെ ഉണ്ട് ഒരാൾ. അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ നമുക്ക് ഗൈഡിങ് തരാനൊക്കെ ആയിട്ട്. കാരണം ഇവിടെ ലാസ്റ്റ് ഡിസംബറിലല്ലേ മരണം നടന്നത്? ലാസ്റ്റ് ഡിസംബറിലാണ് ഇവിടെ ഒരു മരണം അവസാനമായിട്ട് റിപ്പോർട്ട് ചെയ്തത്.
അതുപോലെ ഡേഞ്ചറാണ്. അപ്പോൾ ഇതുകൊണ്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ റിബൺ കെട്ടിയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. കണ്ടോ, ഈ റിബൺ കെട്ടിയതിന് അപ്പുറത്തേക്ക് പോകാൻ ഒരിക്കലും പാടില്ല. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ആണെങ്കിലും സാധിക്കും. കണ്ടോ, അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നവംബർ മാസമാണ്. നവംബർ 10 ആയിട്ടുണ്ടെന്ന് ഡേറ്റ്. അപ്പോൾ നമുക്കൊരു ഈ ഒരു സ്റ്റെപ്പ് കൂടെ കയറിയെടുക്കാം. ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറായത് ഇതേ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയതാണ് ആൾക്കാർ. അവിടെ ഇറങ്ങിയത് കൊണ്ടാണ് അപകടം സംഭവിച്ചത്. അതിൻ്റെ ഒരു ഭംഗിയും തീവ്രതയും ഒക്കെ ആസ്വദിക്കാനൊക്കെ നമുക്ക് സാധിക്കും. വളരെ ഡേഞ്ചറാണ്. എന്നാൽ വാഗമൺ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന വെള്ളം ആണ് ഈ വരുന്നത്. ഇത് ഇനി കാണുന്ന ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടല്ലോ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മിനുസമായിട്ടുള്ള പാറക്കൂട്ടങ്ങളും കല്ലുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഇവിടെ വരിക, ആസ്വദിക്കുക, എല്ലാം കൊണ്ടുപോവുക. കാരണം വളരെ ഒരു ഇൻഫർമേഷനാണ്. ഇവിടെ ഇത്രയും മിനുസമായ പാറക്കെട്ടുകളും കല്ലുംകൂട്ടങ്ങളും ആയതുകൊണ്ടാണ് ഇതുപോലെ സ്ലിപ്പായും അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ കാണിച്ചില്ല നമ്മുടെ ആ ഒരു തീവ്രത മനസ്സിലാക്കാത്തതുകൊണ്ട്. അപ്പോൾ അതേ ആ ഒരു പുറകിൽ കാണുന്നത് ആ കല്ലുംകൂട്ടം കണ്ടോ, കാണാമെന്ന് വിചാരിക്കുന്നു. അതേ ആ കല്ലുംകൂട്ടത്തിലേക്ക് പോയി അവിടെ നിന്നാണ് പലരും സ്ലിപ്പായിട്ട് താഴെ വീണ് അപകടം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ആസ്വദിക്കാനായിട്ട് വരിക ഇവിടെ, അല്ലാതെ നമ്മുടെ ജീവൻ ഇവിടെ കൊടുത്തിട്ട് തിരികെ പോകാൻ ഇടയാവരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വ്ളോഗ് ഇവിടെ ഈ മാറമല അരുവിയിൽ നിന്നും വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് പോകേണ്ടത് നമുക്ക് പരുന്തുംപാറയിലേക്കാണ്. അവിടുത്തെ വിഷ്ണുവായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.